അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 206. കുളിക്കാൻ പോയ അഗ്നി കുറച്ച് ലേറ്റായിട്ടാണ് തിരികെ വന്നത്. അപ്പോഴേക്കും ജ്വാല അകത്തു പോയി കുളിച്ചു വന്നിരുന്നു. എന്തേ ഇത്രയും ലേറ്റായേ? വെള്ളം കൂടുതലുണ്ടോ? കാണാതായപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് കരുതിയതാ. ചൂടാക്കിയ ചായ അഗ്നിയുടെ കയ്യിലേക്ക് കൊടുത്ത് തിണ്ണയിലിരുന്നു ജ്വാല. അഗ്നി കുറുമ്പോടെ അവൾക്കടുത്തേക്ക് ഇരുന്ന് കയ്യിലെ ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. എന്റെ തലയൊന്ന് നേരെ തുവർത്തി തന്നെ, വെള്ളം പോയില്ലാന്ന് തോന്നുന്നു, അഗ്നി പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിലെ ചായ ചുണ്ടോട് ചേർത്തു. അവനെ ഒന്ന് നോക്കി ജ്വാല പതിയെ അവന്റെ തലതുവർത്തി കൊടുത്തു. പെണ്ണിന് ഹൈറ്റ് കുറവായതുകൊണ്ട് നിന്നുകൊണ്ടാണ് തലതുവർത്തുന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. വെള്ളം കൂടുതലുണ്ടോ ദേവേട്ട? അവള് വീണ്ടും ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ കുറച്ചു നേരം ഒന്ന് നീന്തി, അതാ നല്ല വെള്ളം, അഗ്നി പറഞ്ഞതും ജ്വാലയൊന്ന് ചിരിച്ചു. വിശക്കുന്നുണ്ടോ നിനക്ക്? ക്ലോക്കിൽ വൈകുന്നേരം 5:45 കണ്ടതും അഗ്നി ചോദിച്ചു. ഏയ്, നമ്മൾ വരുന്ന വഴി കഴിച്ചതല്ലേ. ഞാൻ പോയി വിളക്ക് വെക്കാൻ നോക്കട്ടെ, എത്ര നാളായി, അവൾ ആവേശത്തോടെ പറഞ്ഞു. ചെല്ല്. അവളുടെ ആവേശവും ആ മുഖത്തെ സന്തോഷവും കണ്ട് നേർത്ത ചിരിയോടെ അവനും പറഞ്ഞു. ജ്വാല അവന്റെ തോളിലേക്ക് ടവലിട്ട് കൊടുത്ത് പൂജാമുറിയിലേക്ക് നടന്നു. അവള് പോകുന്നത് നോക്കിയിരിക്കെ അവന്റെ ചുടികളും അത്രമേൽ മൃദുവായി വിടർന്നു പോയിരുന്നു. മുകളിലെ വലിയ റൂമാണ് അഗ്നി അവർക്ക് കിടക്കാനായി തിരഞ്ഞെടുത്തത്. ജ്വാലയുടെ റൂമാണ് അവനവിടെ ഏറ്റവും ഇഷ്ടം. എങ്കിലും കുറച്ചുനാൾ അവിടെ തങ്ങുന്നത് കൊണ്ട് തന്നെ ആ ചെറിയ റൂമിൽ കഴിയുക പ്രയാസമായിരിക്കുമെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജ്വാല വിളക്ക് വെക്കുകയാണ്. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ ആ കുഞ്ഞിപ്പെണ്ണിന്റെ ഭംഗി ഒന്നുകൂടി കൂടിയതുപോലെ അവന് തോന്നി. അവൾ ദീപമെന്ന് ചൊല്ലിക്കൊണ്ട് വിളക്കുമായി പുറത്തേക്ക് പോയി. സിറ്റ് ഔട്ടിൽ നിലവിളക്ക് വെച്ച് അതിനു മുന്നിലായി അവൾ കൈകൂപ്പിയിരുന്നതും അഗ്നി നിലവിളക്കിലേക്ക് നോക്കിയൊന്ന് കൈകൂപ്പി തിണ്ണയിലേക്കിരുന്നു. ജ്വാല നാമം ചൊല്ലുന്നത് കേട്ടിരിക്കാൻ അവന് പൊതുവെ ഇഷ്ടമാണ്. അവളുടെ ശബ്ദം എപ്പോഴത്തെക്കാളും അത്രയും മധുരിതമായിരിക്കും അപ്പോൾ. ആ ശബ്ദവും അവളുടെ പ്രാർത്ഥനയും കേട്ട് അങ്ങനെ ഇരിക്കാൻ തോന്നിപ്പോവും. ചുറ്റും ചന്ദനത്തിരിയുടെ ഗന്ധവും പരക്കുന്നുണ്ട്. അല്പനേരം കഴിഞ്ഞതും അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് നടന്നു. പ്രിയപ്പെട്ട 4 പേർക്ക് മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് അവരുടെ അസ്ഥിത്തറയിൽ വിളക്ക് വെച്ചു. പതിയെ അകത്തേക്ക് നടക്കുമ്പോൾ തൂണിൽ ചാരി നിന്ന് അഗ്നി അവളെ നോക്കുന്നുണ്ട്. അവനൊരു ചിരി നൽകി വിളക്കുമായി ജ്വാല പൂജാമുറിയിലേക്ക് പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അഗ്നി ഹാളിലേക്ക് കയറി വരികയാണ്. അമ്മ വിളിച്ചിരുന്നു ദേവേട്ട, ഇവിടെ ഓക്കെ അല്ലെന്നൊക്കെ ചോദിച്ചു. ഞാനില്ലാതെ അവിടെ നിൽക്കാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവൾ അവനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്നെ വിളിച്ചായിരുന്നു. എന്തായാലും നമ്മളിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് അഗ്നി ജ്വാലയ്ക്ക് അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടത്, അവൾ പുഞ്ചിരിച്ചു. അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്തേ ദേവേട്ട? സംശയത്തോടെ അവൾ ചോദിച്ചു. ചെക്കൻ്റെ കൈകൾ പക്ഷേ അവളുടെ ചെവിക്കരികിലൂടെയാണ് ചലിക്കുന്നത്. ജ്വാല കുറുകിക്കൊണ്ട് അവനോട് ചേർന്നുപോയി. അതെ കുഞ്ഞാ, ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അഗ്നി പറഞ്ഞതും അവളുടെ സ്വരം ഒന്ന് നേർത്തു പോയതുപോലെ. അത് അപ്പം നമ്മൾ പറയുന്നത് കേൾക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല അല്ലേ? അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. ജ്വാലയുടെ കണ്ണുകൾ പിടച്ചു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാണാനും ആരുമില്ല. ആ, അതുകൊണ്ട്? ജ്വാല വിക്കി. അതുകൊണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് സ്ഥലവും നേരവും ഒന്നും നോക്കാതെ ഈ പെണ്ണിനെ സ്നേഹിക്കാൻ തോന്നുന്നു. അഗ്നിയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളോട് കോർത്തു. അവളുടെ കണ്ണിലെ പിടപ്പ് അതിലേക്ക് തന്നെ നോക്കിപ്പോയി അഗ്നി. ദേവേട്ട, അവൾ വിളിച്ചതും അവനൊന്നും മൂളി. പക്ഷേ അതിനപ്പുറം അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അഗ്നിയുടെ ശ്വാസം അത്രമേൽ അവളുടെ മുഖത്ത് തട്ടുന്നുണ്ട്. ആ ശ്വാസം അവളിലേക്ക് അടുത്തു വന്നതും ജ്വാല കണ്ണുകൾ പതിയെ അടച്ചുപോയി. ഒപ്പം കാലുകൾ കുത്തിയുയർന്നുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് കൈമുറുക്കി. അഗ്നിയുടെ അതരം അവളുടെ അതരങ്ങളെ കോർത്തരാ നേരം അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലെത്തിയിരുന്നു. അവളെ ഉയർത്തി കാലിലേക്ക് കയറ്റി നിർത്തിക്കൊണ്ട് ഇരുദളങ്ങളും അവൻ ഒരുപോലെ സ്വന്തമാക്കവേ കുറുകിക്കൊണ്ട് അവനിലേക്ക് ചേർന്നുപോയി ജ്വാല. എങ്ങും ഇരുട്ട് പരന്നിരിക്കുന്നു. ഒരു തരി വെളിച്ചം പോലും അവരുടെ കൂട്ടിനില്ല. ആ ഇരുട്ടിൽ ജ്വാലയും അഗ്നിയും അവരുടെ പ്രണയവും മാത്രം. രാത്രി നേരമായപ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം അഗ്നി ഓർഡർ ചെയ്തിരുന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിയിരുന്നു. ജ്വാല തന്നെയാണ് എല്ലാം പാത്രത്തിലേക്ക് പകർന്നത്. പതിവ് പോലെ അവൻ അവൾക്ക് വാരിക്കൊടുത്തു. ചപ്പാത്തിയും കറിയായിരുന്നു. കൂടെ തന്നെ പൊറോട്ടയുണ്ട്. ജ്വാല അഗ്നിയെ നോക്കാതെയാണ് അവൻ നീട്ടുന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നത്. എന്തോ അവൾക്ക് വല്ലാതെ ഹൃദയം മിടിക്കുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ നോട്ടം അതുപോലെയാണ്. അഗ്നിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ വിറയൽ. കുറുമ്പോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ ആ പെണ്ണിന്റെ ഭാവങ്ങളെല്ലാം അത്രയും കൊതിയോടെ ഒപ്പിയെടുത്തു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞതും ഇരുവരും ചേർന്ന് തന്നെ പാത്രങ്ങൾ കഴുകി വെച്ചു. ജ്വാല ടേബിളൊന്ന് വൃത്തിയാക്കി കൈ കഴുകി അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ഹാളിലേക്ക് വരുമ്പോൾ അഗ്നി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അവൻ്റെ കയ്യിലെന്തോ ഒരു സാധനമുണ്ട്.
അവൻ അടുത്തേക്ക് വന്നപ്പോഴാണ് അതൊരു ഡ്രസ്സാണെന്ന് ജ്വാലയ്ക്ക് മനസ്സിലായത്. നമ്മളിങ്ങോട്ടെങ്കിലും പോവാണ് ദേവേട്ട? അഗ്നി ആ ഡ്രസ്സ് അവളുടെ കയ്യിലേക്ക് കൊടുത്തതും ജ്വാല സംശയത്തോടെ ചോദിച്ചു. ഒരിടം വരെ പോവാൻ പോകുന്നു. ആ യാത്ര മുഴുവനാക്കി ഇനി മടക്കയാത്രയുള്ളൂ. അവളുടെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും പോലൊരു നോട്ടം നോക്കിക്കൊണ്ട് വശ്യമായ ശബ്ദത്തിൽ അഗ്നി പറഞ്ഞു. ജ്വാലയുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. എവിടെ പോവാ? അവനിലെ മാറ്റം മനസ്സിലാക്കി അവള് ചോദിച്ചു. പറഞ്ഞില്ലേ, ഒരു യാത്ര പോവാ. പൂർത്തിയാക്കാൻ കഴിയാതെ പോയൊരു യാത്ര. ഇന്ന് പൂർത്തിയാക്കാൻ പോകുന്ന യാത്ര. അവൻ അവളുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു. ജ്വാല ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി. ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ചു ദിവസമായി. പോയി ഇതിട്ടിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. അവളുടെ കവിളിൽ തട്ടി അതും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് അഗ്നി ഉമ്മറത്തേക്ക് നടന്നു. ജ്വാല അവനെ ഉറ്റുനോക്കി. പെട്ടെന്ന് അഗ്നി ഒന്ന് തിരിഞ്ഞു. പിന്നെ സിന്ദൂരം കൂടി ഇട്ടേക്കിട്ടോ, എന്തോ ഇന്ന് അങ്ങനെ കാണാൻ തോന്നുന്നു. പ്രണയം മാത്രമായിരുന്നു അഗ്നിയിലപ്പോൾ. ആ പ്രണയച്ചൂടിൽ അവൾ പൊള്ളുന്നത് അവൻ അറിയുന്നുണ്ട്. ചുണ്ടിലെ ചിരി മായാതെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിലാവിനെ നോക്കി നിന്നു അഗ്നി. ജ്വാലയാണെങ്കിൽ അപ്പോഴേക്കും ആകെ വിയർത്തു പോയിരുന്നു. പൂർത്തിയാക്കാതെ പോയ യാത്ര ദേവേട്ടൻ ഉദ്ദേശിച്ചത്? ജ്വാല ഉമിനീർ വിഴുങ്ങിപ്പോയി. അടുത്ത നിമിഷം ആ ഡ്രസ്സും കയ്യിൽ പിടിച്ച് അവൾ മുകളിലേക്കുള്ള പടികൾ ഓടിക്കേറി. തൻ്റെ നെഞ്ചിടിപ്പിനെ വരുതിയിലാക്കാൻ കഴിയാതെ ഡോറ് ചാരി കയ്യിലെ ഡ്രസ്സ് ബെഡിൽ വെച്ച് നിവർത്തി നോക്കി. ഗോൾഡൻ നിറത്തിൽ നല്ല ഭംഗിയുള്ള സിമ്പിൾ ഡിസൈൻ വന്നിട്ടുള്ള ഒരു ഹാഫ് സാരി ആയിരുന്നു അത്. അത് അങ്ങനെ നിവർത്തി നോക്കിയപ്പോഴാണ് അതിന് മാച്ചിങ്ങായ മാലയും വളകളും ജ്വാല കാണുന്നത്. ഒരു സിമ്പിൾ ഹിപ് ചെയിനും തലമുടിയിൽ വെക്കാനുള്ള നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂവും. അത്രയും ആയപ്പോഴേക്കും ജ്വാലയാകെ ചുവന്നു പോരുന്നു. അതിൽ ചെറിയൊരു ബോക്സ് കണ്ട് ജ്വാലയുടെ മുഖം ചുളിഞ്ഞു. പതിയെ ബോക്സും തുറന്നു നോക്കി. കണ്ണുകൾ വിടർന്നു പോയി. നല്ല ചുവന്ന കല്ലുകളുള്ള ഭംഗിയുള്ള മൂക്കുത്തി. ജ്വാലയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമായി. അവനിലേക്ക് അലിയാൻ കൊതിക്കുന്ന ഒരു ഹൃദയം അവൾക്കും ഉണ്ട്. വിറയാർന്ന കൈകൾ കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ട് ദേഹം ഒന്നുകൂടി പോയി നനച്ചു വന്നു. പതിയെ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് അഗ്നി നൽകിയ വസ്ത്രം ധരിക്കുമ്പോൾ കൈകൾ പലപ്പോഴും വിറയ്ക്കുന്നുണ്ട്. എങ്കിലും ഒരുവിധം അവൾ ധാവണി ഉടുത്തു. കഴുത്തിൽ മാലയിട്ടു. രണ്ട് കൈകളിലും നിറയുന്ന ചുവപ്പ് കുപ്പിവളകളാണ്. ഒപ്പം ഡ്രസ്സിന് മാച്ചിങ്ങായ വളകളും. ഹിപ് ചെയിൻ ഡ്രസ്സിന് മുകളിൽ പതിയെ കെട്ടി. മൂക്കിലെ വെള്ളക്കൽ മൂക്കുത്തി അഴിച്ചുമാറ്റി പുതിയ ചുവന്ന കല്ലുള്ള മൂക്കുത്തി ഇട്ടു. മുഖത്ത് അല്പം മേക്കപ്പും ഇട്ടു. കണ്ണുകളിൽ വാലിട്ട് ഐലൈനർ വരച്ചു. ചുണ്ടിൽ അല്പം ലിബാമ് പുരട്ടി. നെറ്റിയിലൊരു ചുവന്ന ചെറിയ സ്റ്റിക്കർ പൊട്ട്. തലമുടി കോം ചെയ്ത് മിടഞ്ഞിട്ട് ആ തലമുടിയിലേക്ക് മുല്ലപ്പൂ വെച്ച് സ്ലേഡ് കുത്തി. അല്പം സിന്ദൂരമെടുത്ത് സീമന്തരേഖ നീട്ടി ചുവപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് അവൾ അവളെ തന്നെ ഒന്ന് നോക്കി. ഇത്രയും ഭംഗി തനിക്ക് ഉണ്ടായിരുന്നുവെന്ന് പോലും ജ്വാലയ്ക്ക് അത്ഭുതം തോന്നിപ്പോയി. ആ മൂക്കുത്തിയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നിങ്ങനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ദേവേട്ടൻ്റെ നോട്ടം? അവൾ ആലോചിച്ചു. ആലോചനയ്ക്കൊടുവിൽ മുഖം കുങ്കുമവർണം പരത്തവേ ഡോറടച്ച് വിറയ്ക്കുന്ന കാലുകളാൽ ജ്വാല സ്റ്റെയറിനടുത്തേക്ക് നടന്നു. ജ്വാലയുടെ പാദസരത്തിന്റെ കിലുക്കം പുറകിൽ നിന്നും കേട്ടതും മുറ്റത്ത് നിലാവിനെ നോക്കി നിൽക്കുകയായിരുന്ന അഗ്നി പതിയെ അവളെ തിരിഞ്ഞു നോക്കി. ഒരു വേള ശ്വാസമെടുക്കാൻ മറന്നുപോയി അഗ്നി. നിലാവിനേക്കാൾ ശോഭയോടെ മുന്നിൽ നിന്ന് തിളങ്ങുന്ന പെണ്ണ്. എൻ്റെ പ്രണയം. അഗ്നിയുടെ നെഞ്ചിടിപ്പുയർന്നു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ പെട്ടെന്ന് തലതാഴ്ത്തി കളഞ്ഞു. അഗ്നി സിറ്റ് ഔട്ടിലേക്ക് കയറി അവിടുത്തെ മെയിൻ ഡോർ അടച്ചു. ജ്വാല അവനെ മുഖമുയർത്തി നോക്കി. അഗ്നി മുന്നോട്ട് നടന്നു. പിറകെ തന്നെ അവളും. ഉമ്മറത്തെ സ്റ്റെപ്പിൻ്റെ അടുത്തെത്തിയതും അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. അവളും എന്തായെന്ന പോലെ അവനെ നോക്കുമ്പോഴേക്കും അഗ്നി അവൻ്റെ വലത് കൈ അവൾക്ക് നേരെ കാണിച്ചിരുന്നു. ആ കൈയിലേക്ക് അവൾ തൻ്റെ ഇടത് കൈ ചേർത്ത് വെച്ചു. ചുറ്റുമുള്ള എല്ലാ വെളിച്ചവും അണഞ്ഞു. അഗ്നി ജ്വാലയുമായി മുന്നോട്ട് നടന്നു. ഒന്നും മിണ്ടാതെ അവനൊപ്പം ജ്വാലയും. കുളത്തിന്റെ ഭാഗത്തേക്കാണ് അവൻ അവളുമായിട്ട് നടക്കുന്നതെന്ന് മനസ്സിലായതും അഗ്നിയുടെ കൈക്കുള്ളിൽ ഇരിക്കുന്ന അവളുടെ കൈകൾ വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തു. അഗ്നിക്കത് പെട്ടെന്ന് മനസ്സിലായി. അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രണയം നിറഞ്ഞ അവൻ്റെ നോട്ടത്തിൽ അവളുടെ ഹൃദയം സാന്ദ്രമായി. തുടരും. പൂവല്ലേ പൂവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയാ പറയുക? ഞാനിവിടെ വന്നിട്ട് ഇത്രയും കാലമായില്ലേ. നിങ്ങളെല്ലാവരും നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടും ഇത്രയും കാലമായി. കുറേ പേര് ഇപ്പോൾ വന്നതാണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരു ഫാമിലിയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫാമിലിക്ക് ഒരു ഓണത്തിനൊരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാമെന്ന്. ഇതൊരു ഗിവ് അവേ ആയിട്ടൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്കത് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ ഓക്കെ. എന്തായാലും ഞാൻ എൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ മാസം നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയത്. അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പേർക്കൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ ഈ മാസം നമുക്ക് വരവില്ല, ചിലവുള്ളൂ. പറഞ്ഞതുപോലെയാണ്. എന്തായാലും പക്ഷേ ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയിട്ടില്ല.
ഒരുപാട് പേർക്കില്ലെങ്കിലും ഒരു 2ഓ 3ഓ പേർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഓണത്തിന് തരണമെന്ന് വെച്ചിട്ടാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയല്ലേ. പങ്കെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു സന്തോഷത്തിനൊരു കാര്യം ചെയ്യുമ്പോൾ തത്തയ്ക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കേട്ട പാട്ടിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം, പിന്നെ അതല്ലാതെ എൻ്റെ സ്റ്റോറികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോറി ഏതാണ്? അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെയുള്ളൊരു നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അതെനിക്ക് വേണം. നിങ്ങളുടെ മനസ്സിലുള്ള യഥാർത്ഥ അഭിപ്രായം കുറച്ച് വിശദമായിട്ട് വേണേ. അതേപോലെ നമ്മുടെ അടുത്ത പാർട്ട് വരുന്നത് മൺഡേ ആയിരിക്കും, തിങ്കളാഴ്ച. അപ്പോൾ ആ പാർട്ടിലും നിങ്ങളുടെ അഭിപ്രായം കുറച്ച് വിശദീകരിച്ചിട്ട് വേണേ. 2ഓ 3ഓ പേർക്കായിരിക്കും ഞാൻ ഗിഫ്റ്റ് അയക്കുന്നുണ്ടാവുക. ഞാൻ പറയാലോ, എനിക്കിവിടെ ആരും പേഴ്സണൽ ഫേവറേറ്റ് ആരുമില്ല. എല്ലാവരെയും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിവിടെ ആരെയും ഫേവറേറ്റായി കണ്ടിട്ട് ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുതിയതായിട്ട് നിങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നതാണെങ്കിലും നിങ്ങളും ഇതിൽ പങ്കെടുക്കുക. ആരാണ് വിന്നറാവുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നെ നിങ്ങൾ പുകഴ്ത്തുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നിങ്ങൾ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് അത് വായിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന 2ഓ അല്ലെങ്കിൽ 3ഓ പേർക്ക് തത്തയുടെ വക ഓണത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളുടെ വീട്ടിലെത്തിക്കും. പിന്നെ ഇപ്പോഴേ പറയാണ്, ഇപ്പോൾ ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടി അടുത്ത ആൾക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് ആരും എൻ്റെ അടുത്ത് പിണങ്ങരുത്. ഇത് നമ്മൾ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതല്ലേ. ഞാൻ തിരഞ്ഞെടുത്ത് ഇന്ന ആൾക്കേ കൊടുക്കൂ എന്നൊന്നും ഞാൻ വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ഞാൻ അതിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നില്ല തത്ത എന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങരുത്. നമുക്ക് പിന്നീടും ഇതൊക്കെ ചെയ്യാമെന്നേ. അപ്പോൾ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഇതിൽ പങ്കെടുക്കുക. എനിക്കൊന്നും ഗിഫ്റ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് മുൻകൂട്ടി പറഞ്ഞ് ആരും ഇതിൽ പങ്കെടുക്കാതിരിക്കരുത്. എല്ലാവരും പങ്കെടുക്കണം. നമ്മൾ കേരളത്തിനകത്തുള്ള ആളുകളെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. പുറത്തേക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കുറച്ചൊരു ഇതാണ്.